ബൈബിൾ സർവേയിൽ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പഠിക്കുന്നത് 2 രാജാക്കന്മാരാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചു തീർത്തു. 2 രാജാക്കന്മാർ, ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള പുസ്തകങ്ങൾ 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്രാ, നെഹമ്യ, എസ്തർ, ഇത്രയും പുസ്തകങ്ങൾ ഞാൻ ഒറ്റയടിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയും. കാരണം ചരിത്രം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയടിക്ക് കുറേ കാര്യങ്ങളും മനസ്സിലായെങ്കിലും ഒക്കെയുള്ളൂ. അതിനിടയ്ക്ക് പ്രവചന പുസ്തകങ്ങളെക്കുറിച്ചും പറയും. കാരണം നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ ഇനി പഴയ നിയമത്തിൽ പഠിക്കാൻ ഉള്ളൂ. അപ്പോൾ അത് ഒരുമിച്ച് അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ ഒരു ഇൻസൈറ്റ് കിട്ടും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വായിച്ച് പഠിച്ചാൽ ആ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ദിനവൃത്താന്തത്തിലേക്കും അതുപോലെ തന്നെ എസ്രായിലേക്കും നെഹമ്യാവിലേക്കൊക്കെ വരും. ഇത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് തന്നെ ചിലപ്പോൾ ഞാൻ 1-2 ദിനവൃത്താന്തവും എസ്രയും നെഹമ്യാവും ഒക്കെ പറയുമ്പോൾ സാറേ ഇത്ര സ്പീഡിൽ പോകരുത് എന്ന് പറയരുത്. കാരണം അതൊന്ന് ഒരു ഓപ്പണിങ് കിട്ടാൻ വേണ്ടി, ഈ പുസ്തകങ്ങളിലേക്ക് ഒരു ഓപ്പണിങ് കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അതിനുശേഷം ഓരോരോ പുസ്തകങ്ങളായിട്ട് നമ്മൾ പുറകെ എടുക്കുന്നതായിരിക്കും എന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഏതാണെങ്കിലും ഇനി പഠിക്കുന്ന പുസ്തകങ്ങൾ കുറച്ചുകൂടെ നമുക്ക് സ്പീഡിൽ പോകാനായിട്ട് സാധിക്കും എന്ന് എനിക്കെപ്പോഴും വിശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെ അത് പരിണമിക്കും എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം പരിശോധിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാർ കഴിഞ്ഞാൽ 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, ഇങ്ങനെയാണല്ലോ പുസ്തകങ്ങൾ കിടക്കുന്നത്. 1 ശമൂവേൽ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു എല്ലാം കിങ് ബുക്സ് ആണെന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടാവും. 1 ശമൂവേൽ മുതൽ ദിനവൃത്താന്തം അവസാനിക്കുന്നത് വരെ ഓൾ ദ ബുക്സ് ആർ ടുഗദർ കോൾഡ് കിങ് ബുക്സ്, രാജാക്കന്മാരുടെ പുസ്തകം. എന്നാൽ 2 പുസ്തകങ്ങൾ പ്രത്യേകം എടുത്ത് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് തലക്കെട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ നമ്മൾ കണ്ട കാര്യം യുണൈറ്റഡ് കിങ്ഡം കെയിം ടു ആൻ എൻഡ് ആൻഡ് കിങ്ഡം ഡിവൈഡഡ് സ്റ്റാർട്ടഡ്. അല്ലെ, ഏകീകൃത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം അവസാനിച്ച് വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നതാണ് 1 രാജാക്കന്മാരിൽ കണ്ടതെങ്കിൽ 2 രാജാക്കന്മാരിലെ ഇതിവൃത്തം ക്യാപ്റ്റിവിറ്റി എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ദ ബുക്ക് ഓഫ് ക്യാപ്റ്റിവിറ്റി, പ്രവാസത്തിലേക്ക് ഈ രാജ്യങ്ങൾ എങ്ങനെ പോയി. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ 2ആയിട്ട് വിഭജിക്കപ്പെട്ട 2 സാമ്രാജ്യങ്ങളും പ്രവാസത്തിലേക്ക്, ക്യാപ്റ്റിവിറ്റിയിലേക്ക്, അടിമത്തത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇസ്രായേലിനെ അശൂർ അടിമത്തത്തിലാക്കി, യഹൂദയെ ബാബിലോൺ അടിമത്തത്തിലാക്കി, ഇതിനെ 2നെയും പേർഷ്യക്കാർ അടിമത്തത്തിലാക്കി. അവിടെ നിന്നുള്ള റിട്ടേൺ, തിരിച്ചുവരവാണ് ഇനി നമ്മൾ നെഹമ്യാവിലും എസ്രായിലും പിന്നീട് വരാത്തവരെക്കുറിച്ചാണ് എസ്തേറിലും കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കണക്റ്റഡ് ഇവൻറ്റ്സ് ആയതുകൊണ്ട്, ചെയിൻ ആയതുകൊണ്ട് ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറുന്നത്. ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ പ്രവചന പുസ്തകങ്ങളിൽ വായിക്കുന്ന മിക്കവാറും എല്ലാ പ്രവാചകന്മാരും ജീവിച്ചിരുന്നത്. അപ്പോൾ അതോടെ ലൊക്കേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ടിൽ അത് ചെയ്തിട്ടുണ്ട്, എങ്കിലും നമ്മൾ ഈ പഠിക്കുന്ന ക്ലാസ്സിൽ അതും കൂടെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഏത് പ്രവാചകൻ ഏത് ദേശത്ത് ഏത് കാര്യത്തെക്കുറിച്ച് പ്രവചിച്ചു എന്നുള്ളതും കൂടി ഗ്രഹിക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രാജാക്കന്മാരിലേക്ക് വരാം. 2 രാജാക്കന്മാർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രവാസത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് ക്യാപ്റ്റിവിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ. ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ബൈബിൾ സർവേ അല്ലാതെ മാറും. എന്ന് പറഞ്ഞാൽ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇനി എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് 80 കൊല്ലം, ആകെ എത്ര കൊല്ലമാണെന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 300 കൊല്ലം, 250 കൊല്ലം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ. 2 സാമ്രാജ്യങ്ങൾ, 2 തലസ്ഥാനങ്ങൾ, 10 ഗോത്രം, 2 ഗോത്രം. എവിടെയോ കേട്ടൊരു ഓർമ്മ വരുന്നില്ലേ? ഇവിടെ തന്നെയാണ് കേട്ടത് കേട്ടോ. നമ്മളിവിടെ തന്നെ പഠിച്ചതും കേട്ടതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ അതെല്ലാം കൂടെ പെറുക്കിയെടുക്കുമ്പോൾ ഈ 2 ഗ്രൂപ്പ്, 2 രാജ്യങ്ങൾ, 10 ഗോത്രമുള്ള വടക്കൻ രാജ്യമായ ഇസ്രായേൽ അതിൻ്റെ ശമരിയ തലസ്ഥാനമായിട്ടൊക്കെ പ്രവർത്തിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൊരോബയാം ദാനിലും ബേഥേലിലും ഒക്കെ വിഗ്രഹങ്ങൾ വെച്ചു കൊടുത്തു, പാപം ചെയ്യിപ്പിച്ചു എന്നൊക്കെ വായിച്ചതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ആ രാജ്യം വന്ന് അശൂരിൽ അടിമത്തത്തിലാകുന്നു. അപ്പോൾ യൊരോബയാമിന് ശേഷം വന്ന കുറച്ച് രാജാക്കന്മാരെക്കുറിച്ചാണ് 1 രാജാക്കന്മാരിൽ പറഞ്ഞതെങ്കിൽ ബാക്കി രാജാക്കന്മാരെക്കുറിച്ചാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? 2 രാജാക്കന്മാരിൽ. അപ്പോൾ അവരുടെ പേരെന്താണെന്നും എന്താ ചെയ്തതെന്നുള്ളതും ഹിസ്റ്ററി ഈസ് സ്റ്റോറി, സോ യു ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. വെറുതെ വായിച്ചാൽ മനസ്സിലാകും. ക്രമത്തിൽ അവരുടെ പേരുകളെല്ലാം ഈ നോട്ടിനകത്ത് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഇനി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണെങ്കിൽ, അതുകൊണ്ട്
നമ്മൾ രാജാക്കന്മാരുടെ ഒരു ക്രമം വെച്ചിട്ട് ഓരോരുത്തരും എന്ത് ചെയ്തു, ഇസ്രായേലിലെ രാജാക്കന്മാർ എന്ത് ചെയ്തു, രാജാക്കന്മാർ യഹൂദയിലെ രാജാക്കന്മാർ എന്ത് ചെയ്തു എന്നുള്ളതാണ് രണ്ട് രാജാക്കന്മാരിലെ പ്രധാനപ്പെട്ട വിഷയം. ബട്ട് ദ ഫൈനൽ കൾമിനേഷൻ പോയിൻറ്റ്, അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെങ്ങോട്ട് പോയെന്നുള്ളതാണ്. ദൈവത്തോടെ ഏകാഗ്രതയിൽ നിൽക്കാഞ്ഞതുകൊണ്ട് അവരെങ്ങോട്ട് പോയി, അടിമത്തത്തിലേക്ക് പോയി. അപ്പോൾ നമുക്ക് അവിടേക്ക് ആദ്യം ഒന്ന് വരാം. 17-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ചാപ്റ്റർ 17, 22 and 23. അങ്ങനെ ഇസ്രായേൽ മക്കൾ യൊരോബെയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു. അവർ അവയെ വിട്ടുമാറാകിയാൽ യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തൻ്റെ സന്നിധിയിൽ നിന്നും നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. അവരൊറ്റ വാക്യം മാത്രം മതി ഈ പുസ്തകം മുഴുവൻ മനസ്സിലാക്കാനായിട്ട്. എന്താ പറയുന്നത്? ഒടുവിൽ, അറ്റ് ദി എൻഡ്. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒടുവിൽ, ഫൈനലി, അറ്റ് ദി എൻഡ് വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു? ഇസ്രായേലിനെ തൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. ദേ വെൻറ്റ് ഇൻ ടു ക്യാപ്റ്റിവിറ്റി. ദേ ഹാഡ് ടു ലീവ് ദെയർ ഓൺ ലാൻഡ്. ദൈവം അവർക്ക് അവകാശമായിട്ട് കൊടുത്ത പാലും തേനുമൊക്കെ ഒഴുകുന്ന ദേശം ഇപ്പം എന്ത് ചെയ്യേണ്ടി വന്നു? വിട്ടുപോകേണ്ടതായിട്ട് വന്നു. ആൻഡ് ദേ ബിക്കെയിം ക്യാപ്റ്റീവ്സ്. അവരെ പ്രവാസികളായി, അടിമകളായി അവർ സ്വദേശം വിട്ട് പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ കഥ മുഴുവൻ മനസ്സിലാകണമെങ്കിൽ ആ 17-ാം അധ്യായം എങ്കിലും ഒന്ന് ക്ഷമയോടെ വായിക്കണം. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 17-ാം അധ്യായം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇവർ പ്രവാസത്തിലേക്ക് പോയതിനോടുള്ള ബന്ധത്തിൽ ബാക്കി ആ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെയുള്ളത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും താഴോട്ട് കിടക്കുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. ഇവർ പോയപ്പോൾ ഇവർക്ക് പകരം അതെല്ലാം പാഴി ശൂന്യമായിട്ട് കിടക്കുകയായിരുന്നില്ല. കാരണം ഒരിടത്തും ഒരിക്കലും സ്ഥലം അങ്ങനെ പാഴി ശൂന്യമായി കിടക്കുകയല്ല. ആ ശമരിയ പട്ടണങ്ങളിലൊക്കെ 24-ാം വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടി. 24. അശൂർ രാജാവ് ബാബേൽ, ഖുദ, ഔവ, ഹമാത്ത്, സെഫർവയിം എന്നിവയിൽ നിന്നും ആളുകളെ വരുത്തി ഇസ്രായേലുകൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. കണ്ടോ? അന്യജാതിക്കാരായിട്ടുള്ളവരെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്ക് പകരം ഈ ദേശത്ത് താമസിപ്പിച്ചു. അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. അവർ അവിടെ പാർക്കുവാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. അങ്ങനെ താഴേക്ക് വായിക്കുകയാണെങ്കിൽ അവർ ദൈവത്തിൻ്റെ വഴിയിൽ നടന്നില്ല, ദൈവത്തിൻ്റെ ഉപദേശം കേട്ടില്ല. പിന്നെ അവിടെയുള്ള ജനങ്ങൾ, ബാക്കി വന്നവരൊക്കെ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ അവരവരുടെ ഇഷ്ടപ്രകാരമൊക്കെ നടക്കാനായിട്ട് തുടങ്ങി. 33-ാം വാക്യം. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോകുന്നു. സ്വന്തം ദേവന്മാരെ ഉണ്ടാക്കി, സ്വന്തം ദേവന്മാരെ സേവിച്ചു. ഇങ്ങനെ ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് കളയുന്ന അടുത്ത വാക്യം വായിക്കുകയാണെങ്കിൽ, യഹോവ ഇസ്രായേൽ എന്ന് പേർ വിളിച്ച യാക്കോബിൻ്റെ മക്കളോട് കൽപ്പിച്ച ന്യായപ്രമാണത്തെയും കൽപ്പനയെയും ആകട്ടെ അനുസരിച്ച് നടന്നതുമില്ല. അതൊക്കെ ഉപേക്ഷിച്ചവർ, അതെല്ലാം വിട്ടിട്ട് ദൈവം എന്നാൽ അവരോട് പറഞ്ഞ കാര്യമൊക്കെ താഴെ വായിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ന്യായപ്രമാണം മറക്കരുത്, ജാതികളുടെ മര്യാദ കണ്ടു പഠിക്കരുത് എന്നൊക്കെ ദൈവം പറഞ്ഞാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ അവരതെല്ലാം കാറ്റിൽ പറത്തി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വരാൻ അധികം സമയമില്ല. രണ്ടാമത്തെ വരവല്ല. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അധികം താമസിയാതെയാണ് ആര് വരുന്നത്? യേശു ബേത്ലഹേമിൽ ജനിക്കുന്നത്. ജനിച്ചപ്പോൾ അവൻ ഗലീലയിൽ ശുശ്രൂഷിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് മനസ്സിലാകണം. അപ്പോൾ അവിടെ ഗലീലയിലും യെരുശലേമിലുമാണ് യേശു ശുശ്രൂഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇസ്രായേലിലും യഹൂദയിലും 2 രാജ്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പം ഈ യഹൂദ എന്ന് പറഞ്ഞാൽ അതാണ് യെരുശലേം. അവിടെ കുറച്ചൊക്കെ ആത്മീയത നിലനിന്നിരുന്നെങ്കിൽ തന്നെയും മറ്റേ സ്ഥലത്ത് മ്ലേച്ഛതകളാണ്. അതുകൊണ്ടാണ് ഈ ശമരിയ സ്ത്രീയുടെ ചോദ്യമൊക്കെ വരുന്നത്. നിങ്ങൾ മനസ്സിൽ കാണുകയാണെങ്കിൽ ശമരിയ സ്ത്രീയുടെ ചോദ്യം, ആ മലയാണോ ഈ മലയാണോ? നിങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നു, ഞങ്ങൾ ഈ മലയിൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഈ ചരിത്ര പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പം ഇപ്പോൾ നമ്മളതിലേക്കെല്ലാം പോകുന്നില്ല. നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്കൊരു പ്രേരണ തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കീ ആയിട്ടുള്ള വാക്യം 23 ഒടുവിൽ ഇസ്രായേലിനെ തൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. നമുക്ക് 25-ാം അധ്യായത്തിലേക്കൊന്ന് ചാടാം. 25-ാം അധ്യായം 17 നിന്ന് നമുക്ക് 25 വരുമ്പോൾ 25-ന്റെ 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലാണ് മുഴുവൻ കഥ മനസ്സിലാകുന്നത്. നമുക്ക് 21, 22 മാത്രം ഇപ്പോൾ വായിക്കാം. ബാബേൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ
റിബ്ലയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദ ദേശത്ത് ശേഷിപ്പിച്ചു വന്ന ജനത്തിനെ ശാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകനായ ഗദല്യാവെ അധിപതിയാക്കി. അപ്പോൾ 21-ാം വാക്യം നോക്കുകയാണെങ്കിൽ ബാബേൽ രാജാവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു, യഹൂദ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു. ഇസ്രായേലിനെ കൊണ്ടുപോയത് അശൂരും യഹൂദയെ കൊണ്ടുപോയത് ബാബേലും. ഇറ്റ്സ് വെരി ക്ലിയർ. ഈ 2 വാക്യങ്ങൾ മാത്രം നിങ്ങൾക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ വിഷയം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ പ്രവാസത്തിലേക്ക് പോയ ജനം ഒരു ശേഷിപ്പ് മാത്രമാണ് മടങ്ങി വരുന്നത്. നോട്ട് ഓൾ പീപ്പിൾ. എല്ലാവരും മടങ്ങി വന്നില്ല. മടങ്ങി വന്നാൽ അവർക്ക് അവകാശം കിട്ടാനുമില്ല. ഇവിടെ മറ്റ് ജാതികളൊക്കെ കയറി ഇവരുടെ സ്ഥലങ്ങളൊക്കെ കൈവശപ്പെടുത്തി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ദൈവം എസ്രയുടെയും സെരുബ്ബാബേലിൻ്റെയും നെഹമ്യാവിൻ്റെയും ഒക്കെ മനസ്സ് ഉണർത്തിയിട്ട്, ഞാനതാണ് അങ്ങോട്ടൊക്കെ പോകുമെന്ന് പറഞ്ഞത്, അവരുടെ മനസ്സ് ഉണർത്തപ്പെട്ടപ്പോൾ അപ്പോൾ പേർഷ്യൻ രാജാവിൻ്റെ മനസ്സും ദൈവം ഉണർത്തി, കോരശിൻ്റെ മനസ്സ് ഉണർത്തി. അങ്ങനെ ദൈവം തന്നെ അവരുടെ പണിഷ്മെൻറ്റ് പീരീഡ് തീർന്നപ്പോൾ ഇവരെ മടക്കി വരുത്തി. അപ്പോൾ മടക്കി വന്നപ്പോൾ ആദ്യം സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ, എസ്രായുടെ നേതൃത്വത്തിൽ, പേരൊക്കെ പരിചയമുണ്ടല്ലോ അല്ലേ, എസ്രായും നെഹമ്യാവും ഒക്കെ ഇവരെ ജനത്തെ മടക്കി കൊണ്ടുവന്നു. ആലയം പണിയാനും അതുപോലെ തന്നെ മതിൽ പണിയുവാനും. പിന്നെ മടങ്ങി വരാൻ താല്പര്യമില്ലാതിരുന്ന ആളുകളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ആരെ എഴുന്നേൽപ്പിച്ചത്? എസ്തേറിനെ. അപ്പോൾ ഇത് കണക്റ്റഡാണ് ഈ സംഭവങ്ങളെല്ലാം എന്ന് ഓർത്തിരിക്കണം. നമ്മൾ 25-ാം അധ്യായത്തിലാണല്ലോ നിൽക്കുന്നത്. 25-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വായിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ 8-9 വാക്യങ്ങളൂടി വായിക്കാം. 5-ാം മാസം 7-ാം തീയതി നെബൂഖദ്നേസർ രാജാവ് എന്ന ബാബേൽ രാജാവിൻ്റെ 19-ാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിൻ്റെ ഭൃത്യനായി അങ്കമ്പടി നായകനായ നെബൂസരദാൻ യെരുശലേമിൽ വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. കണ്ടോ എന്തൊക്കെ സംഭവിച്ചെന്ന് നോക്കണം. യെരുശലേം ദേവാലയത്തിന് എന്ത് സംഭവിക്കുന്നു? അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളും ഒക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. താഴെ മതിലുകൾ ഇടിച്ചു കളഞ്ഞു. 10-ാം വാക്യം. യെരുശലേമിന് ചുറ്റുമുള്ള മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. കണ്ടോ? അപ്പോൾ ഇതുകൊണ്ടാണ് പിന്നെ മതിൽ പണിയേണ്ടി വന്നത്. ഇതുകൊണ്ടാണ് പിന്നീട് ആലയം പണിയേണ്ടി വന്നത്. ശലോമോൻ പ്രതിഷ്ഠിച്ച സമയത്ത്, അതൊക്കെ നമ്മളിപ്പോൾ അങ്ങ് പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ശലോമോൻ പ്രതിഷ്ഠിച്ച സമയത്ത് തന്നെ ദൈവം, നമുക്കിപ്പോൾ കഥ അറിയാവുന്നതുകൊണ്ട് ദൈവം പറഞ്ഞായിരുന്നു, എത്ര മനോഹരമായ ആലയമായിരുന്നാലും ഇതൊന്നും എന്നെ ഇമ്പ്രസ് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു നല്ല പള്ളി പണിതാൽ ദൈവത്തിന് ഭയങ്കര, പിന്നെ ദൈവം ഒരിക്കലും ആ പള്ളി പൊളിക്കില്ല, അത് ഇടിക്കാനൊന്നും ദൈവം സമ്മതിക്കുകയില്ല. അല്ലെങ്കിൽ നല്ലൊരു സഭയായിരുന്നു അത്. എന്ത് സഭയാണെങ്കിലും എന്ത് കെട്ടിടമാണെങ്കിലും അതിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്ന ശുശ്രൂഷകൾ നടക്കുന്നില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് ഇടിച്ചു കളയും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കൊള്ളാം, എൻ്റെ ഒരു ശ്രദ്ധയൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഞാനിതിനെ ഇടിച്ചു കളയും. ഇത് തീ വെച്ച് ചുട്ടു. അതങ്ങനെ തന്നെ സംഭവിച്ചു. അല്ലാതെ ഇവർ പ്രവാസത്തിലേക്ക് പോയി എന്നുള്ളത് മാത്രം നമ്മൾ കാണുമ്പോൾ ഇനി ദിനവൃത്താന്തമൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇവരുടെ ആലയത്തിന് എന്ത് പറ്റിയെന്നുള്ളതും കൂടിയൊക്കെ പഠിക്കണം. ആലയത്തിന് എന്ത് സംഭവിച്ചു? അത് തീ വെച്ച് ചുട്ടുകളഞ്ഞു. ഇനി നിങ്ങൾ താഴോട്ട് വായിക്കുകയാണെങ്കിൽ 13-ാം വാക്യത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് ആലയത്തിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ ഓരോന്നായിട്ട് ഉടച്ച് കളഞ്ഞു. അതിൻ്റെ താമ്രം അവരിളക്കി എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ പാത്ര ഉപകരണമൊക്കെ നിങ്ങൾ നോക്കണം, സ്വർണവും വെള്ളിയൊക്കെ ഇളക്കിക്കൊണ്ട് പോയി. എന്നിട്ട് പ്രവാസത്തിൽ നിന്ന് ഇവർ മടങ്ങി വരുമ്പോൾ ചില രാജാക്കന്മാർ ഇതിൻ്റെ അളവും തൂക്കമൊക്കെ നോക്കിയിട്ട് എത്രണ്ണം അങ്ങോട്ട് കൊണ്ടുപോയി. ചുമ്മാതെ ഉടച്ചുകൊണ്ട് പോയതല്ല കേട്ടോ, ചുമ്മാതെ ഉടച്ച് ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയതല്ല. ഇതിനൊക്കെ എന്തുണ്ടായിരുന്നു? അളവും കണക്കും തൂക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൂക്കി അവിടെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുമുണ്ട്. തിരിച്ചിങ്ങോട്ട് പോന്നപ്പോൾ ഈ സാധനങ്ങളൊക്കെ ദൈവം അവരുടെ തന്നെ കൊടുത്തിങ്ങോട്ട് വിടുന്നുമുണ്ട്. അപ്പോൾ അന്നേരം അവിടെ ഈ അളവും തൂക്കമൊക്കെ പറയുമ്പം ഇത് എപ്പോഴാണ് അങ്ങോട്ട് കൊണ്ടുപോയെന്ന് ചോദിക്കരുത്. നമ്മളിനി കുറേ മുമ്പോട്ട് വന്ന പുസ്തകങ്ങൾ പഠിക്കുമ്പം ഇവർ സ്വർണവും വെള്ളിയും താമ്രവും ഒക്കെ ആയിട്ട് മടങ്ങി വരുന്ന കാണുമ്പം അവിടെ നമ്മൾ വായിക്കും, ആലയം തുറന്ന് ഇന്നതൊക്കെ കൊടുത്തു വിട്ടു, ഇത്ര മാനെ സ്വർണ്ണം ഉണ്ടായിരുന്നു, വെള്ളി ഉണ്ടായിരുന്നു എന്നൊക്കെ വായിക്കുമ്പോൾ ഇതെപ്പോഴാണ് അങ്ങോട്ട് കൊണ്ടുപോയത്, ഇതെപ്പോഴാണ് കൊണ്ടുപോയതിൻ്റെ കണക്കുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് രായസക്കാർ എന്ന് പറഞ്ഞാൽ കണക്കെഴുത്തുകാരൊക്കെ ഉണ്ട്, അവരെഴുതിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും അക്കൗണ്ട് ബുക്കിൽ ലെഡ്ജറൊക്കെ ഉണ്ട്, ലെഡ്ജർ ക്യാഷ് ബുക്കൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ദിനവൃത്താന്തം വരുന്നത്. വാട്ട് ഈസ് ദിനവൃത്താന്തം? ഇറ്റ് ഈസ് എ ലെഡ്ജർ, നാൾ വഴിയാണ്. അപ്പോൾ നാൾ വഴി ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളും കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ കണക്കുകളൊക്കെ രാജാക്കന്മാർ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു തരാനും ദൈവത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല.
നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്തെ വിഷയം എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടി. ബുക്ക് ഓഫ് ക്യാപ്റ്റിവിറ്റീസ്, പ്രവാസത്തിലേക്ക് പോകുന്ന, അടിമത്തത്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലും യഹൂദയും ദൈവത്തിങ്കൽ ഏകാഗ്ര ചിത്തതയുള്ളവരായി ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് ജീവിക്കാഞ്ഞതുകൊണ്ട് അവർ സ്വദേശം വിട്ട് പരദേശവാസത്തിന് പോകേണ്ടി വന്നു. ഇത് ദൈവം പണ്ട് ആവർത്തന പുസ്തകത്തിലേ പറഞ്ഞിരുന്നതാണ്. ഞാൻ നിങ്ങളെ ഭൂമിയിൽ എല്ലായിടവും ചിതറിച്ച് കളയും, നിങ്ങൾ സ്വദേശം വിട്ട് പോകേണ്ടി വരും. അതങ്ങനെ തന്നെ പ്രവചനം നിവൃത്തീകരിക്കപ്പെടുന്നത് നമ്മളിവിടെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മെയിൻ തോട്ട് ഓഫ് ദ ബുക്ക്? ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, സെൻട്രൽ തോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, വിൽഫുൾ സിൻ ബ്രിങ്സ് എ ഡ്രെഡ്ഫുൾ എൻഡ്. നമ്മൾ വിൽഫുള്ളായിട്ട് പാപം ചെയ്യാനായിട്ട് സ്വമേധയാ ഉറച്ച തീരുമാനത്തോടെ ഞാൻ ചെയ്യും, ഞാൻ പാപം ചെയ്യും. ചില പിള്ളേരോട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിള്ളേരെന്ത് പറയും? ഞാൻ ചെയ്യും, ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഉരുണ്ട് കിടന്ന് പറയും ഞാൻ ചെയ്യും, അമ്മ എന്നെ എന്ത് ചെയ്യും, ഞാൻ ചെയ്യും എന്നൊരു. അങ്ങനെ വാശി പിടിച്ച് ഉരുണ്ട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ദൈവത്തോട് പാപം ചെയ്തതുകൊണ്ട് അവസാനം എന്തുണ്ടായി? എ ഡ്രെഡ്ഫുൾ എൻഡ്. അവർക്കൊരു ഭയാനകമായിട്ടുള്ള, ഒരു ഭീതിജനകമായിട്ടുള്ള അടിമത്തത്തിലേക്ക് അവർക്ക് പോകേണ്ടതായിട്ട് വന്നു. നമ്മൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വട്ട് എവർ യു സോ ദാറ്റ് യു ഷാൽ റീപ്പ്. നമുക്ക് വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവർ ദൈവത്തെ അനുസരിച്ചില്ല, ന്യായപ്രമാണം ഗൗരവത്തിലെടുത്തില്ല, അതെല്ലാം കാറ്റിൽ പറത്തിയതുകൊണ്ട് ദൈവം അവരെയും പറത്തിക്കളഞ്ഞു. നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ നിങ്ങൾ കൊയ്യും. നമ്മൾ വീണ്ടും സദൃശ്യവാക്യത്തിൽ വരികയാണെങ്കിൽ 29:18 നമ്മൾ വായിക്കുന്നുണ്ട്, വേർ ദർ ഈസ് നോ വിഷൻ ദ പീപ്പിൾ പെറിഷ്. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വായിച്ചട്ടെ. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വെളിപ്പാട്, ദർശനം, വേർ ദർ ഈസ് നോ വിഷൻ. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. കണ്ടോ, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. അത് കാത്തുകൊള്ളാതെ, ദൈവഭയമില്ലാതെ, വേണ്ട തരത്തിൽ ദൈവത്തെ മാനിക്കാതെ, ഒരു വിഷനും ഇല്ലാതെ, നമ്മൾ അങ്ങനെ വിഷനില്ലാത്ത ഒരാളെക്കുറിച്ച് ഇതിന് മുമ്പ് പഠിച്ചു. ഇവരുടെ 1-ാമത്തെ രാജാവ്, അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അത്യന്തം ഭോഷത്വമായത്, ഐ ഹാവ് പ്ലേഡ് ദ ഫൂൾ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് എന്താ നഷ്ടപ്പെട്ടത്? ദർശനമില്ല, വിഷനില്ല, അവർക്ക് കാഴ്ചപ്പാടുകളില്ല. അപ്പോൾ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ ജീവിക്കാനല്ല, കൈവിട്ടു പോകാനല്ല. നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വേണം, അല്ലേ? എന്നെ ദൈവം എന്തിനായിട്ടാണ് സൃഷ്ടിച്ചത്, ഭൂമിയിൽ അയച്ചത്, ഞാൻ എങ്ങോട്ടാണ്? അതുകൊണ്ടാണ് ദൈവം ഇടയ്ക്കൊക്കെ ചില ആളുകളെ സന്ധിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എവിടുന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു, നിൻ്റെ പേരെന്താണ് എന്നൊക്കെ ദൈവത്തിന് അറിയാൻ മേലാഞ്ഞിട്ടാണോ? അല്ല, ടു മേക്ക് എസ് തിങ്ക്. നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ദൈവം ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ പേര്, നീ എവിടുന്നാണ് വരുന്നത്, നീ എങ്ങോട്ടാണ്? മീൻസ് യു നീഡ് എ ഗോൾ, യു നീഡ് എ വിഷൻ. നമുക്കൊരു ദർശനം വേണം, ഒരു ലക്ഷ്യബോധം വേണം. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ വിചാരിച്ചു ഞങ്ങൾ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു, വി ഹാവ് അറൈവ്ഡ്. കാരണം അവരുടെ ആകെയുള്ള ലക്ഷ്യം എന്തായിരുന്നു? ഇങ്ങനെ ഒരു സ്വന്തം നാടും വീടും ഒരു പാലും തേനും ഒഴുകുന്ന ദേശത്തൊക്കെ എത്തണമെന്നുള്ളത് മാത്രമായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ഓൺലി എ ബിഗിനിങ്. അത് തുടക്കം മാത്രമാണെന്നുള്ളത് അവർ ഓർത്തില്ല. അവർ വിചാരിച്ച അവർ രക്ഷിക്കപ്പെടണം എന്നേ ആഗ്രഹിച്ചുള്ളൂ. ഇനിയിപ്പോൾ എന്താ കുഴപ്പം, ഏതായാലും ഞാൻ നമ്മളിലേക്ക് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണെങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, സ്തോത്രം, ഇനി ബാക്കി എന്ത് സംഭവിച്ചാലും പിന്നെ നമ്മൾ സമാധാനിക്കും. വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ ഇതൊരിക്കലും നഷ്ടപ്പെടാനും പോകുന്നില്ല. പിന്നെ ദൈവം ക്ഷമയുള്ളവനാണെന്ന് ഇന്നും പഠിച്ചല്ലോ. അപ്പോൾ പിന്നെ അവസാനം ഞാൻ കർത്താവെ ക്ഷമിച്ചേക്കണമെന്ന് പറയും. എല്ലാം അങ്ങ് അത്ര മോശമല്ല ദൈവം എന്നുള്ള കാര്യം. നിങ്ങളുടെ ബുദ്ധി ഉണ്ടാക്കിയ ദൈവം ഇതിനേക്കാളൊക്കെ വലിയ ബുദ്ധിയുള്ളവനാണെന്ന് നമ്മളൊന്ന് കാണണം. അതുകൊണ്ട് യു നീഡ് വിഷൻ, നമുക്ക് ദർശനം വേണം, നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഗോളുണ്ടെങ്കിലേ ആക്ടിവിറ്റി ഉള്ളൂ. ഇഫ് യു ഹാവ് എ ഗോൾ ദെൻ യു ഹാവ് ആക്ടിവിറ്റി. രണ്ടും ഇല്ലാത്ത ആളുകളാണ് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാൻ പാടില്ല. വെറുതെ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പെട്ടു, എവിടെ പോകണമെന്ന് ചോദിച്ചാൽ അത് നിശ്ചയമില്ല, ഇപ്പോൾ ഇവിടെയാണ്, ഇനി പിന്നെ പറയാം. അങ്ങനെയല്ല, നമുക്ക് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ആവശ്യമുണ്ട്. അതില്ലാഞ്ഞത് കൊണ്ടാണ് ഈ ജനം അബദ്ധത്തിലായത്. ഓക്കെ, നമുക്ക് പുസ്തകത്തിലേക്ക് വന്നാൽ ഈ പുസ്തകത്തിന് ആകെപ്പാടെ 25 അധ്യായങ്ങളുണ്ട്. 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ദിസ് ബുക്ക് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ഇൻ ടോട്ടൽ യു ഹാവ് 25 ചാപ്റ്റേഴ്സ്. ആദ്യത്തെ 10 അധ്യായങ്ങളൊരു യൂണിറ്റാണ്. 11 to 17, 11 മുതൽ 17 വരെ അടുത്ത ഒരു യൂണിറ്റാണ്. 18 to 25 തേർഡ് യൂണിറ്റ്. 3 ഭാഗങ്ങൾ, 1 മുതൽ 10 വരെ.
11 മുതൽ 17 വരെ, 18 മുതൽ 25 വരെ. നമ്മളിതിൽ 17 നിന്നും 25 നിന്നും വാക്യങ്ങൾ വായിച്ചിരുന്നു തുടക്കത്തിൽ തന്നെ, ഓർക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു എൻഡിങ് ഉണ്ടെന്നുള്ളത് പിടികിട്ടിയല്ലോ. അപ്പോൾ 1 മുതൽ 10 വരെ ഉള്ളത് നമ്മൾ പരാമർശിച്ചില്ല. അത് പരാമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ നടന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ. സം ഓഫ് ദ മേജർ ഇവൻറ്റ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദി നോർത്തേൺ കിങ്ഡം ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കൻ രാജ്യത്ത്, 10 ഗോത്രങ്ങളുള്ള രാജ്യത്ത് നടന്ന, കാരണം ഈ പുസ്തകം അവസാനിച്ചപ്പോൾ 1 രാജാക്കന്മാർ അവസാനിച്ചപ്പോൾ നമ്മൾ ആരെ കണ്ടുകൊണ്ടാണ് അവസാനിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഏലിയാവിനെ കണ്ടുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ ഒരു എക്സ്റ്റൻഷനാണ് ആദ്യത്തെ 10 അധ്യായങ്ങൾ. ഏലിയാവിനൊരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു, പ്രവാചക ശിഷ്യന്മാരെ ഉണ്ടാക്കുക. കാരണം ഈ എന്തായിരുന്നു ഏലിയാവിൻ്റെ ദൗത്യമെന്ന് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ, ദൈവം രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചപ്പോൾ രാജാക്കന്മാർ ദൈവത്തെ വിട്ട്, ന്യായപ്രമാണം വിട്ട് അവരുടെ വഴിക്ക് നടന്നപ്പോൾ അവരെ ദൈവിക സത്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചതാണ് പ്രവാചകന്മാർ. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോഫറ്റ്സ് വേർ ഇവാഞ്ചലിസ്റ്റ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടത്തിലെ സുവിശേഷ പ്രസംഗകരായിരുന്നു ആര്? പ്രവാചകന്മാർ. അവരാണ് വന്നിട്ട് രാജാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി വരണം. അങ്ങനെ പറഞ്ഞ ആളാണ്. അപ്പോൾ ആ കാര്യം തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഏലിയാവ് ധാരാളം ശിഷ്യന്മാരെ എന്ത് ചെയ്തിരുന്നു? പരിശീലിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഏലിയാവിനെ കുറിച്ച് വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാർ അവനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവർക്ക് പലർക്കും പുതപ്പ് വീണ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇരട്ടി പങ്ക് ആത്മാവിനെ കിട്ടിയാൽ കൊള്ളാം നമുക്കിപ്പോൾ ആഗ്രഹമുണ്ട്. ഏലിയാവിൻ പുതപ്പ് ഇവിടെ എന്നൊക്കെ പാട്ടൊക്കെ പാടാറില്ലേ? എന്നാൽ ഏലിയാവ് തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ച് പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിൽ ഇരട്ടി പങ്ക് ആത്മാവിനെ നിനക്ക് കിട്ടും, നിനക്ക് ശുശ്രൂഷകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കഥയൊക്കെയാണ് ഈ ആദ്യത്തെ 10 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആരാ പോയത്? എലീശ. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴും പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞു, യജമാനൻ ഇങ്ങപ്പുറത്തേക്ക് പോകാൻ പോവുകയാണ്, ഗിൽഗാലിലേക്ക് വേണം. അപ്പോൾ യു ഷട്ടപ്പ്, ഐ നോ. എലീശ പറഞ്ഞു, എനിക്കതൊക്കെ അറിയാം, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ്, എന്നെ ഡൈവേർട്ട് ചെയ്യാൻ നിങ്ങൾ ഇതിനെ ലക്ഷ്യം വേണമെന്ന് പറഞ്ഞത്, ദർശനം വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ പോയി 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 കറക്റ്റ് സ്ഥലത്ത് ഇവൻ എടുക്കപ്പെടുന്നത് എലീശ കണ്ടു. എന്നിട്ട് അവന് പുതപ്പും കിട്ടി, ഇരട്ടി പങ്ക് ആത്മാവും കിട്ടി. അപ്പം ഇങ്ങനെ ഏകാഗ്രചിത്തരായിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയാൽ എല്ലാം കിട്ടും. അല്ലാതെ പുതപ്പ് എവിടെയെന്ന് പാടിയാലൊന്നും പുതപ്പ് വരാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഈ 10 അധ്യായങ്ങളിൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി മിനിസ്ട്രി ഓഫ് എലീശ. ഏലിയാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഏലീശ പ്രവാചകൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ 10 അധ്യായങ്ങളിലെ വിഷയം. പക്ഷേ എലീശയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു പശ്ചാത്തലം വേണം. ആ പശ്ചാത്തലം എപ്പോഴും ചരിത്ര പശ്ചാത്തലമാണ്. ആ ചരിത്ര പശ്ചാത്തലത്തിൽ രാജാക്കന്മാർ വേണം, സംഭവങ്ങൾ വേണം. ആ സംഭവങ്ങളും ദി ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ഈസ് എലീശ, ബട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഈസ് സെറ്റ് ബൈ, ഇല്ലേ? ഒരു കഥ നടക്കണമെങ്കിൽ ഹീറോ മാത്രം പോരാ, പിന്നെന്ത് വേണം? പശ്ചാത്തലം വേണം, പശ്ചാത്തല സംഗീതം വേണം, കഥാപാത്രങ്ങൾ വേണം, സംഭാഷണം വേണം. അപ്പോൾ ഈ 10 അധ്യായങ്ങളിൽ ഇസ്രായേലിൽ നടന്ന ധാരാളം സംഭവങ്ങൾ, രാജാക്കന്മാർ, അവിടുത്തെ ദൈവജനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഒരാൾ മാത്രമാണ്. അതാരാണ്? എലീശ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 10 അധ്യായം വായിച്ചിട്ട് എന്താ വായിച്ചതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ ശാസ്ത്രി പറയും, ഞങ്ങൾ എലീശയെ വായിച്ചു. അത് കണ്ടാൽ മതി, അത്രയും കണ്ടാൽ മതി. അപ്പോൾ ബാക്കി ഇവൻറ്റ്സൊക്കെ മറന്നുപോയാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി, ഈ 10 അധ്യായങ്ങളിൽ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു? അതറിയാൻ മേലാത്തവരൊക്കെ ഗെറ്റ് ഔട്ട് എന്ന് ദൈവം പറയുമോ? ഇല്ല. പക്ഷേ എലീശയെ നിങ്ങളൊന്ന് കണ്ടിരിക്കണം. അത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അവിടെ ആരെ ഇങ്ങനെ ഉയർത്തി കാണിച്ചിരിക്കുന്നത്? എലീശയെ. ആ എലീശ ചെയ്ത ശുശ്രൂഷ ഇന്ന് ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് 10 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? എലീശയുടെ ശുശ്രൂഷയുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏലിയാവിനെക്കുറിച്ചും എലീശയെക്കുറിച്ചുമൊക്കെ ഇഷ്ടം പോലെ പ്രസംഗമുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനു പ്രസംഗിക്കണം? നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വയമായിട്ട് ആ കാര്യങ്ങളൊക്കെ വായിച്ച് ഗ്രഹിക്കാം. നമുക്ക് മുമ്പോട്ട് പോകാം. 11 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഓൾട്ടർനേറ്റിംഗ് ഇവൻറ്റ്സ് ഓഫ് ബോത്ത് കിങ്ഡംസ്. അതായത് ആദ്യത്തെ 10 അധ്യായത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ആദ്യത്തെ 10 അധ്യായത്തിൽ എലീശയെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, ശ്രദ്ധിച്ചു. പക്ഷേ എലീശ എവിടെയായിരുന്നു? വേർ വാസ് എലീശ?
യഹൂദയിലാണോ ഇസ്രായേലിലാണോ? അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അതല്ലേ ശ്രദ്ധിക്കേണ്ടത്. എലീശ എവിടെയായിരുന്നു? ഏലിയാവ് എവിടെയായിരുന്നു? ഉണ്ടോ? ഇതാണ് നമ്മുടെ എവിടെയായിരുന്നു? അപ്പോൾ പിന്നെ എലീശ എവിടെയായിരിക്കും? ഒന്ന് ധൈര്യമായിട്ട് പറഞ്ഞേ. എലീശയും എവിടെ തന്നെയായിരുന്നു? അപ്പോൾ ഈ 10 അധ്യായത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞില്ല? യഹൂദയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 അധ്യായത്തിൽ ബയോഗ്രഫിക്കലായിട്ടാണ് എലീശയാണെന്ന് ഞാൻ പറഞ്ഞത്. നൗ കം ബാക്ക് ടു ഹിസ്റ്ററി. രാജാക്കന്മാരെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചരിത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ ദീസ് ചാപ്റ്റേഴ്സ് 10 ചാപ്റ്റേഴ്സിൽ ഒരു രാജ്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് രാജ്യത്തെക്കുറിച്ച്? യഹൂദ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് സൈലൻസ്. ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞിരിക്കുന്നത് ഏത് രാജ്യത്തെക്കുറിച്ചാണ്? വടക്കൻ രാജ്യമായ ഇസ്രായേലിനെക്കുറിച്ചും അവരുടെ പാപത്തെക്കുറിച്ചും. കാരണം അവിടെ എപ്പോഴും പാപം സുലഭമാണ്. കാരണം നിങ്ങൾ ആ രാജാക്കന്മാരെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഭരിച്ച എല്ലാ രാജാക്കന്മാരും തലതിരിഞ്ഞവരായിരുന്നു. എല്ലാം പാപം ചെയ്തവരും ചെയ്യിച്ചവരും. നമ്മുടെ ആ ചാർട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അവസാനം ഒരു കോളമുണ്ട്, ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ് കോളമുണ്ട്. ചീത്ത 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 ബാഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്യാൻ യു ഫൈൻഡ് എനി ഗുഡ് റൂളർ ഇൻ ഇസ്രായേൽ? നോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭരിച്ച 19 പേരും ദുർഭരണം കാഴ്ചവെച്ചതുകൊണ്ട് അവിടെ പ്രവാചകന്മാർക്ക് നല്ല സ്കോപ്പായിരുന്നു. സുവിശേഷം നിങ്ങൾ തിരിച്ചാണ് ധരിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത് നല്ല ആളുകളൊക്കെ ഉണ്ടെങ്കിലല്ലേ പ്രസംഗിക്കാൻ പറ്റും. അല്ല, യഹോവേ, അവർ നിൻ്റെ ന്യായപ്രമാണത്തെ മുടിച്ചിരിക്കുന്നു, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. വെൻ ദ പീപ്പിൾ ആർ നോട്ട് സീരിയസ് അബൌട്ട് സ്പിരിച്വാലിറ്റി, ദറ്റ് ഈസ് യുവർ ചാൻസ്, ദറ്റ് ഈസ് മൈ ചാൻസ്. അല്ലേ? ആളുകൾ എല്ലാം ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ചാൻസ് കുറവാണ്. നിങ്ങൾ തിരിച്ചാൽ ധരിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നു. വേദപുസ്തകം അങ്ങനെ പറയുന്നത്. ഞാൻ ലോകത്തിലെല്ലാവരും, നിങ്ങൾ 119 സങ്കീർത്തനം വായിക്കണം. അവിടെ പറയുന്നുണ്ട്, അവർ നിൻ്റെ ന്യായപ്രമാണത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, മുടിച്ച് കളഞ്ഞിരിക്കുന്നു, ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ആകുന്നു. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെൻ പീപ്പിൾ ആർ നോട്ട് സീരിയസ് അബൌട്ട് സ്പിരിച്വാലിറ്റി. യേശു എന്തിനാണ് വന്നത്? പാപികളെ തേടിയാണ് വന്നത്, പരിശുദ്ധന്മാരെ തേടിയല്ല. അപ്പം കർത്താവ് വരണമെങ്കിൽ പാപികൾ വേണം. അപ്പോൾ തിരിച്ച് നമ്മൾ മിടുക്കന്മാരായിട്ട് തിരിച്ചു ചോദിക്കും, അപ്പോൾ കർത്താവ് വരുവാൻ കൂടുതൽ പാപം ചെയ്യുകയെന്നോ? കൃപ വരുവാൻ ഒരു നാൾ വരുത്. അറിയാതെ ജനം ഇങ്ങനൊരു കാര്യത്തിലേക്ക് മാറുമ്പോൾ ആണ് ദൈവം കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 10 അധ്യായങ്ങളിൽ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ആകെ കാണുന്നത് ആരുടെ കാര്യമാണ്? ഇസ്രായേലിൻ്റെ കാര്യമാണ്. എന്നാൽ 11 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ 2 രാജ്യങ്ങളെക്കുറിച്ചും വായിക്കുന്നുണ്ട്. നിങ്ങൾ പുസ്തകം വായിച്ചെങ്കിൽ രണ്ട് രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെക്കുറിച്ചും യഹൂദയെക്കുറിച്ചും ഓൾട്ടർനേറ്റിംഗ് ഇവൻറ്റ്സ് ഓഫ് ബോത്ത് കിങ്ഡംസ് എന്ന് വേണമെങ്കിൽ പറയാം. 2 രാജ്യങ്ങളെക്കുറിച്ചും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ഇസ്രായേൽ രാജാവിനെക്കുറിച്ച് പറയും, യഹൂദ രാജാവിനെക്കുറിച്ചും പറയും. ഈ 2 പേരെക്കുറിച്ചും പറയും. പക്ഷേ അവർ അവസാനം അശൂർ അടിമത്തത്തിലേക്ക് പോകുന്ന കാര്യമാണല്ലോ 17-ാം അധ്യായത്തിൽ വായിച്ചത്. 17-ാം അധ്യായം വായിച്ച മറന്നുപോയോ? ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു എന്ന് വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. അപ്പം അവർ ഇസ്രായേൽ ദൈവത്തെ വിട്ട് അബദ്ധസഞ്ചാരം ചെയ്ത് അതിൻ്റെ പരിണിത ഫലമായിട്ട് അവർ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകുന്നത് വരെ പറഞ്ഞാണ് ആ സെക്ഷൻ തീരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എലീശ കഴിഞ്ഞതിന് ശേഷവും ദൈവം ചില പ്രവാചകന്മാരെ അവിടെ അയച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ ചാർട്ട് നോക്കിയാൽ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. 3 പേരെയെങ്കിലും, പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങൾ എഴുതിയ 3 ആളുകൾ, യോന, ആമോസ്, ഹോശയ. യോന, ആമോസ്, ഹോശയ. ഈ 3 പ്രവാചകന്മാരും ഇസ്രായേലിൽ പ്രവചിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം തൊട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ 3 പ്രവചന പുസ്തകങ്ങളും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഏതൊക്കെ പ്രവചന പുസ്തകം വായിക്കണം? യോന, ആമോസ്, ഹോശയ. അങ്ങനെ ഒക്കെ പുസ്തകം ആ പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ അതുകൂടെ എടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ പശ്ചാത്തലവും ഇവരെന്തിനെക്കുറിച്ചാണ് പ്രവചിച്ചതെന്നുള്ളതും നിങ്ങളുടെ മനസ്സിൽ ക്ലിക്കാവും. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. 18 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ 18 to 25 എന്തായിരിക്കും സംഭവം? ഒരു സിമ്പിൾ ലോജിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. സിമ്പിൾ. വെരി ഗുഡ്. നല്ല സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? ഇസ്രായേലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, യഹൂദയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. 1 മുതൽ 10 വരെ ഇസ്രായേൽ, 18 മുതൽ 25 വരെ യഹൂദ, 11 മുതൽ 17 വരെ ബോത്ത് കിങ്ഡംസ്.
ക്ലിക്കായോ? 1 മുതൽ 10 വരെ ഇസ്രായേൽ, 18 മുതൽ 25 വരെ യഹൂദ, പിന്നെ 11 മുതൽ 17 വരെ രണ്ടും ഇസ്രായേലും യഹൂദയും. ഓക്കെ, അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഹിസ്റ്ററി അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 18 മുതൽ 25 വരെ യഹൂദയെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അവസാനം യഹൂദ എവിടെ പോകുന്ന കാര്യം നമ്മൾ വായിച്ചു, ബാബിലോൺ പ്രവാസത്തിലേക്ക്. വാക്യം വായിച്ച് ഓർക്കുന്നുണ്ടല്ലോ, 25-ൻ്റെ 21 വായിച്ചത് ഓർമ്മയുണ്ടല്ലോ, 8 മുതൽ വായിക്കണമെന്ന് പറഞ്ഞിട്ട് 21 നമ്മൾ വായിച്ചായിരുന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് അവർ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു, എത്ര നല്ലവർ ചീത്ത, ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഒരു 8 പേര് നല്ലവരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ആകെ 20 പേരാണ്. അപ്പം 8 പേരെ കുറച്ചാൽ ബാക്കി 12. മജോറിറ്റി എപ്പോഴും ആരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്, ചീത്ത രാജാക്കൻ, ദുർഭരണം കാഴ്ചവെച്ചവരായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവം 8 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. യഹൂദയിൽ 8 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ആരൊക്കെയാണ്? ഓബദ്യാവ്, യോവേല്, യെശയ്യാവ്, മീഖ, നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്, യെരമ്യാവ്. അപ്പോൾ ഇത്രയും പ്രവചന പുസ്തകങ്ങൾ 18 മുതൽ 25 വരെയുള്ള അധ്യായം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മളതിനൊന്നും ക്ഷമ പിടിക്കുകയല്ല. ഇപ്പോൾ 18 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ 8 പ്രവചന പുസ്തകങ്ങളും കൂടി കയറ്റി വായിക്കണം. ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് ഇൻ ടു ദ ബൈബിൾ. ഏതൊക്കെ പുസ്തകങ്ങളാണ്? ഓബദ്യാവ്, യോവേല്, യെശയ്യാവ്, മിഖ, നഹൂം, ഹബക്കുക്ക്, സെഫന്യാവ്, യിരെമ്യാവ്. ഇത്രയും പ്രവചന പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ യഹൂദയിൽ ജീവിച്ചിരുന്നു. അവർ ജനത്തെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ഇപ്പോൾ പറയുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പഠിക്കാൻ പോകുന്നത്? വിസ്ഡം ബുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പഠിക്കാൻ പോകുന്നത്? പ്രവചന പുസ്തകങ്ങൾ. എത്ര പ്രവചന പുസ്തകങ്ങളുണ്ട്? എത്ര പ്രവചന പുസ്തകങ്ങളുണ്ട്? ഹൗ മെനി? 17. പക്ഷെ എത്ര പ്രവാചകന്മാരുണ്ട്? എത്ര പ്രവചന പുസ്തകങ്ങളുണ്ട്? എത്ര പ്രവാചകന്മാരുണ്ട്? ഇത് ഞാൻ വീണ്ടും ചോദിക്കും പ്രവചന പുസ്തകം വരുമ്പം. അപ്പോൾ വേണമെങ്കിൽ ഓർത്തിരിക്കാം, നല്ല കുട്ടികൾക്കൊക്കെ ഓർത്തിരിക്കാം. പ്രവചന പുസ്തകങ്ങൾ നിങ്ങൾ കറക്റ്റാക്കി 17. ഇനി അടുത്ത ചോദ്യം, ഇപ്പം 17 പുസ്തകങ്ങളുണ്ടെങ്കിലും എത്ര, അതിങ്ങനെ നിങ്ങൾ അത്ഭുതത്തിൽ നോക്കിയിരിക്കുകയാണ്, എത്ര പ്രവചനം ഉണ്ടെങ്കിൽ എത്ര പ്രവാചകനുണ്ടെന്നുള്ളത് ഇത്ര വലിയ ഗൗരവം. 17 ഉണ്ടെങ്കിൽ 16 ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? യിരെമ്യാവ് 2 പുസ്തകങ്ങൾ എഴുതി. യിരെമ്യാവിൻ്റെ പുസ്തകവും വിലാപങ്ങളും. സോ 17 പുസ്തകങ്ങളും 16 പ്രവാചകന്മാരും. ഇപ്പം എത്ര പേരെ നമുക്ക് കിട്ടി? 8 ഉം 3 ഉം 11 പേരെ കിട്ടി. അപ്പോൾ ഇനി എത്ര പേരെ കിട്ടാനുണ്ട്? ഇനി 5 പേരെ കിട്ടാനുണ്ട്. ഈ 5 പേരെ എവിടെ പോയി? ആ 5 പേരെയും കൂടെ നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, പ്രവാസ കാലഘട്ടത്തിൽ പ്രവചിച്ച 2 പേരാണ് യെഹെസ്കേലും ഡാനിയേലും. യെഹെസ്കേൽ ആൻഡ് ഡാനിയേൽ, ദേ വർ പ്രോഫറ്റ്സ് ഡ്യൂറിങ് ദി ക്യാപ്റ്റിവിറ്റി. ഡാനിയേൽ പ്രവചനം ഒന്ന് മനസ്സിൽ കണ്ടേ. അവർ പ്രവാസകാലത്ത് രാജാവിൻ്റെ അടിമത്തത്തിൽ ഇരിക്കുമ്പോഴല്ലേ ഡാനിയേലിൻ്റെ, ഞാൻ യെഹെസ്കേൽ മനസ്സിൽ കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഡാനിയേൽ എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങളൊന്നും മനസ്സിൽ കാണുന്നില്ലെന്ന് തോന്നുന്നു. കണ്ടു, ഓക്കെ. അപ്പം ഡാനിയേൽ പ്രവചനത്തിൽ കാണുന്ന സംഭവങ്ങളൊക്കെ എപ്പോൾ നടന്ന കാര്യമാണ്? ഒരു ബാബേൽ പ്രവാസത്തിൽ ഇരുന്ന സമയം. അപ്പം അപ്പോഴാണ് ഈ 2 പ്രവാചകന്മാരുണ്ടായത്, യെഹെസ്കേലും ഡാനിയേലും. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ശേഷിപ്പ് മടങ്ങി വന്നതായിട്ട് വായിക്കുന്നുണ്ടല്ലോ നമ്മൾ. എസ്രാ, നെഹമ്യ ഈ മടങ്ങി വന്ന സമയത്ത് ഈ ഇന്ന പ്രവാചകന്മാർ പ്രവചിച്ചു വന്നതിനാൽ അവർക്ക് കാര്യം സാധിച്ചും വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആരൊക്കെയാണത് പ്രവചിച്ചു വന്നത്? ഹഗ്ഗായി, സെക്കരിയാവ്, മലാഖി. അപ്പോൾ 5 പേരുമായി. അപ്പം പ്രവാചകന്മാരെക്കുറിച്ച് പഠിക്കാൻ ഒരു പ്രവേശികയും കൂടി ഇപ്പോൾ കിട്ടി. പ്രവാചകന്മാരെക്കുറിച്ച് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പുസ്തകങ്ങളുടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും നോക്കിയിട്ടല്ല. എങ്ങനെ പഠിക്കേണ്ടത്? പ്രീ ക്യാപ്റ്റിവിറ്റി, ക്യാപ്റ്റിവിറ്റി, പോസ്റ്റ് ക്യാപ്റ്റിവിറ്റി. പ്രവാസത്തിന് മുമ്പ്, പ്രവാസ കാലത്ത്, പ്രവാസത്തിന് ശേഷം. അപ്പോൾ പ്രവാസത്തിന് മുമ്പ്, ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, നോട്ടും തരും. അപ്പോൾ ഇനി എഴുതണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പോൾ എന്നാലും ഒന്ന് ഓർത്തിരുന്നേ പ്രവചന പുസ്തകങ്ങൾ വരുമ്പോൾ. അപ്പോൾ മനസ്സിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. പ്രവാസത്തിന് മുമ്പ് എത്ര പേരുണ്ടായിരുന്നു? 11 പേര്. അതിനെ 2ആയിട്ട് തിരിക്കണം. ഇസ്രായേലിൽ 3 പേരും യഹൂദയിൽ 8 പേരും. 8 ഉം 3 ഉം 11. നമ്മളിവിടെ ഒത്തിരി കണക്ക് ചെയ്താണല്ലോ പോകുന്നത്. അതുകൊണ്ട് 8 ഉം 3 ഉം 11. പിന്നെ 2 പേര് പ്രവാസ കാലഘട്ടത്തിൽ. ആരൊക്കെയാണ്? യെഹെസ്കേലും ഡാനിയേലും.
അതാണ് പ്രോഫറ്റ്സ് ഓഫ് ദ ക്യാപ്റ്റിവിറ്റി പീരിയഡ്. ദെൻ പോസ്റ്റ് ക്യാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രവാസത്തിന് ശേഷം 3 പേര്. ആരൊക്കെയാണ്? ഹഗായി, സെക്കരിയാവ്. അപ്പോൾ ഹഗായിയ പറഞ്ഞത് നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, എന്നാൽ ഞാൻ അതിൽ പ്രസാദിച്ച് യഹോവയുടെ ആലയം ഇങ്ങനെ വെന്ത് കിടക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ. ഇതൊക്കെ വായിച്ചിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ ഒന്ന് റിലേറ്റ് ചെയ്തേ, എന്താ സംഭവം എന്താണ്? അപ്പം ആലയം വെന്ത് ഇടിഞ്ഞ് കിടക്കുന്നു, ചിലർക്കത് പണിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ പ്രവാചകന്മാരവരെ പ്രോത്സാഹിപ്പിച്ച് പ്രവചിക്കുകയാണ്, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുപോകാം, നിങ്ങൾ ആലയം പണി, ദൈവത്തിൻ്റെ ആലയം ഇങ്ങനെ ചുട്ടുകിടക്കെ നിങ്ങൾക്കെങ്ങനെ നല്ല വീട്ടുകളിലൊക്കെ പാർക്കാൻ സാധിക്കും. ഇതാണോ അതാണോ ഇമ്പോർട്ടൻറ്റ്? അവൻ ദാവീദിന് പണ്ടുണ്ടായ ചിന്ത, ഞാൻ അരമനയിൽ പാർക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം തിരശ്ശീലയ്ക്ക് പുറകിലിരിക്കുന്നു, ഇത് ശരിയല്ല, അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് പ്രവാചകന്മാർ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഹഗായിയും സക്കരിയാവും. വാസ്തവത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഈ മടങ്ങിവരവും കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്രവചിച്ച ആളാണ് മലാഖി. ഇവരെ നമ്മൾ ഒരു ഗ്രൂപ്പിൽ വിട്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ 8ഉം 3ഉം 11 പേരുടെ കാര്യം പറഞ്ഞു. 11ഉം 2ഉം 13ഉം 3ഉം കണക്ക് ശരിയായോ? 11 പേര് പ്രവാസത്തിന് മുമ്പ്, 2 പേര് പ്രവാസ കാലഘട്ടത്തിൽ, 3 പേര് പ്രവാസത്തിന് ശേഷം. അപ്പോൾ ഒരു കണക്ക് ചെയ്ത് 11 + 2 + 3 = 16. 16 prophets wrote 17 books. അങ്ങനെയാണ് കണക്കൊക്കെ ശരിയായോ? അപ്പം 16 പ്രവാചകന്മാർ, 17 പുസ്തകങ്ങൾ, അവരെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചാണ്. അപ്പോൾ ഇനി പ്രവചന പുസ്തകം വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങോട്ട് പറയുമല്ലോ, കിളികിളി പോലെ പറയുകയല്ലേ? അതോ ഞാൻ തന്നെ പറയേണ്ടി വരുമോ? പറയും. വെരി ഗുഡ്. അപ്പോൾ എനിക്ക് എളുപ്പം അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ 2 കിങ്സിലെ 2 രാജാക്കന്മാരിലെ ഇതിവൃത്തം എന്ന് പൊതുവെ ഒന്ന് ഓർക്കുക. അതായത് ഈ 2 രാജ്യങ്ങളിലും നടന്ന ഭരണവും ദുർഭരണവും ഉണർവും നല്ല കാര്യങ്ങളും അതൊക്കെ വായിച്ചാൽ മനസ്സിലാവും. ആ ഇവൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ദൈവം അയച്ച പ്രവാചകന്മാരും. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ പേരുകളൊക്കെ നിങ്ങൾ വായിക്കുന്ന സ്ഥലത്ത് കാണും. അപ്പോൾ ഫുൾ ടെക്സ്റ്റ് കിട്ടണമെങ്കിൽ എങ്ങോട്ട് പോകണം? പ്രവചന പുസ്തകത്തിലേക്ക് പോകണമെന്ന് മാത്രം. ബട്ട് റെഫറൻസ് ഈസ് ദെയർ. അപ്പോൾ പശ്ചാത്തലത്തിൽ പുസ്തകം വായിച്ചാൽ കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ അടിമത്തത്തിലേക്ക് പോകുന്നതാണ് വിഷയം. എന്നാലും നമുക്ക് ഒരു കാര്യവും കൂടെ ഈ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പഠനം തീരാൻ പോവുകയാണ്. തീരുന്നതിന് മുമ്പായിട്ട് ഒരു ക്ലാസ്സിലെ ഒരു പുസ്തകം തീർന്നെന്ന് ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ച് നമുക്കൊരു അഭിമാനം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തീരുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങളും കൂടി ഓടിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്രായേലിൽ നമ്മൾ നേരത്തെ 1 രാജാക്കന്മാരിൽ 8 രാജാക്കന്മാരുണ്ടെന്നുള്ളത് കണ്ടു കഴിഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2 രാജാക്കന്മാരിൽ അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഇത് വരുമ്പോൾ ചോദിക്കുമെന്ന്. ഇനി ബാക്കി എത്ര രാജാക്കന്മാരുണ്ട്? ഇത്ര സമയം പ്രവചന പുസ്തകങ്ങൾക്കും എടുക്കുമെന്ന് എനിക്കറിയാം. 11. കാരണം ആകെ ഇസ്രായേൽ ഭരിച്ചത് എത്ര രാജാക്കന്മാരായിരുന്നു? 19 രാജാക്കന്മാരായിരുന്നു. അപ്പോൾ നമ്മൾ 8 പേരുടെ കാര്യം 1 രാജാക്കന്മാരിൽ പഠിച്ചു. ഇനി 2 രാജാക്കന്മാരിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് എത്ര പേരുടെ കാര്യമാണ്? 11 പേരുടെ കാര്യമാണ്. നിങ്ങൾ അന്വേഷിക്കേണ്ട വായിച്ച് നോക്കിയാൽ മതി. കൃത്യം 11 പേരുടെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യഹൂദയിലെ എത്ര പേരുടെ കാര്യം 1 രാജാക്കന്മാരിൽ പറഞ്ഞിട്ടുണ്ട്? 4 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 80 കൊല്ലത്തെ ചരിത്രം 4 രാജാക്കന്മാരെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാം കണക്കായിട്ട് വിടരുത്, കണക്കുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പം 4 രാജാക്കന്മാരെ യഹൂദ ഭരിച്ച കാര്യം പറഞ്ഞെങ്കിൽ ഇനി എത്ര രാജാക്കന്മാരെ നിങ്ങൾ കാണും? 16. വെരി ഗുഡ്. 16. ആകെ 20 രാജാക്കന്മാരാണ് ഉള്ളത്. അപ്പോൾ 4 പേര് 1 രാജാക്കന്മാരിലും 16 പേര് 2 രാജാക്കന്മാരിലും. ഈ 19 രാജാക്കന്മാർ ഇസ്രായേലിനെ എത്ര കൊല്ലം ഭരിച്ചു? 250. ഞാൻ തന്നെ ഉത്തരം പറഞ്ഞാൽ സമയം ലാഭിക്കാമല്ലോ. 20 രാജാക്കന്മാർ യഹൂദയെ ഭരിച്ചത് 300 കൊല്ലം. അപ്പോൾ ഈ 300 കൊല്ലം 250 കൊല്ലം ഭരിച്ച ഭരണങ്ങൾക്കുള്ള മറ്റൊരു വ്യത്യാസം നമ്മൾ നേരത്തെ പഠിച്ചത്, ഈ പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ ഇസ്രായേൽ ഭരിച്ച 19 രാജാക്കന്മാർ 7 വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നാണ് വന്നത്. ദേ കെയിം ഫ്രം 7 ഡിഫറെൻറ്റ് ഫാമിലീസ്. എന്നാൽ യഹൂദ ഭരിച്ച 20 രാജാക്കന്മാർ ദേ കെയിം ഫ്രം 1 സിംഗിൾ ഫാമിലി. ഏത് കുടുംബത്തിൽ നിന്നാണ് വന്നത്? ദാവീദിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത. ദൈവത്തിൻ്റെ വിശ്വസ്തതയും മനുഷ്യൻ്റെ അവിശ്വസ്തതയും. എന്താണ് ദൈവത്തിൻ്റെ വിശ്വസ്തത? നമുക്ക് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമ്മൾ ഡേവിഡിക് കവനൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചായിരുന്നു. ദൈവം ദാവീദിനോട് എന്ത് ചെയ്തു? ഒരു ഉടമ്പടി ചെയ്തു. എന്തായിരുന്നു ആ ഉടമ്പടി? ആകയാൽ
നീ എൻ്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേൽ മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്നും ആടുകളെ നോക്കി നടക്കുവാൻ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്നും ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്നും ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. വായിച്ചോ. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. യഹോവ നിനക്കൊരു ഗൃഹമുണ്ടാക്കുമെന്ന് നിന്നോട് കൽപ്പിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അപ്പം ദാവീദിൽ നിന്നൊരു സന്തതി പുറപ്പെട്ടു വരുമെന്നും അവൻ്റെ രാജ്യത്വം സ്ഥിരമായിരിക്കുമെന്നും അവൻ്റെ രാജ്യത്വത്തിൻ്റെ വർധനവിന് അവസാനം ഉണ്ടാകുകയില്ലെന്നൊക്കെ ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടിക്കാണ് ഡേവിഡിക് കവനന്റ്, അല്ലെങ്കിൽ ദൈവം ദാവീദിനോട് ചെയ്ത നിശ്ചല കൃപ എന്ന് പറയുന്നത്. അത് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 17 വരെ, ഇപ്പോൾ 17 വരെ വായിച്ചില്ല, 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ദൈവം ആദ്യമായിട്ട് ദാവീദിനോട് ഈ ഉടമ്പടി ചെയ്തത്. ഇത് ദൈവം നിവർത്തിച്ചോ എന്ന് നമുക്കൊന്ന് നോക്കാം. 2 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. 2 രാജാക്കന്മാർ 8:19. ഇവർ ഈ പ്രവാസത്തിലേക്കൊക്കെ പോകുമ്പോൾ ദൈവത്തിൻ്റെ പാട്ട് മറന്നു കളയുന്നില്ല എന്നുള്ളത്. അവർ ദൈവത്തെ മറന്നു, ഇല്ലേ? നമ്മളൊന്നോർത്തെ, അവർ ദൈവത്തെ മറന്നു, അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ മറന്നു, അവരൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ ദൈവം ഈ ശൗല് പറഞ്ഞതുപോലെ ഹീസ് നോട്ട് പ്ലേയിങ് എ ഫൂൾ. നമ്മളങ്ങനെ കളിക്കുന്നു, പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം പറഞ്ഞ വാക്കുകളും ദൈവത്തിൻ്റെ ചിന്തകളും പദ്ധതികളും ഒക്കെ നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ വാഗ്ദാനങ്ങളൊന്നും എല്ലാം ഊവെന്നാണ്. അതൊന്നും വാക്കൊന്നും അവൻ ഒരിക്കലും മാറുകയില്ല. 8:19. എങ്കിലും യഹോവ തന്റെ ദാസനായ ദാവീദിനോട് അവനും അവന്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നത് കൊണ്ട് അവന്റെ നിമിത്തം യഹൂദയെ നശിപ്പിക്കുവാൻ തനിക്ക് മനസ്സായില്ല. അപ്പൊ ദൈവത്തിന്റെ ചിന്ത എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കുക. ദാവീദിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും ദൈവത്തിന്റെ ഹൃദയത്തിൽ സജീവമായിട്ട് ഇരിക്കുന്നു. വീണ്ടും ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്ത പുസ്തകം 21:7 വായിച്ചാൽ വീണ്ടും അതേ കാര്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമനിമിത്തവും അവനും അവന്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുക നിമിത്തവും ദാവീദ് ഗൃഹത്തെ നശിപ്പിക്കുവാൻ അവന് മനസ്സില്ലായിരുന്നു. കണ്ടോ, ദാവീദ് ഗൃഹത്തെ നശിപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സില്ലായി. ബിക്കോസ് ഓഫ് ഹിസ് കവനന്റ്. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനങ്ങൾ തലമുറയായി നിൽക്കുന്നു. അതൊരിക്കലും മാറുകയില്ല. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വസ്തതയെക്കുറിച്ചൊക്കെ സങ്കീർത്തനക്കാർ പാടുന്നത്. അവൻ്റെ വിശ്വസ്തത തലമുറയായി ഇരിക്കുന്നു, ഒരിക്കലും അവൻ വാക്ക് മാറുകയില്ല. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് സാധിക്കുകയില്ല. എന്നിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇത് മറക്കുന്നുണ്ടോ എന്നും കൂടി നോക്കി നമുക്ക് ക്ലാസ് നിർത്താം. നമുക്ക് ലൂക്കോസ് 1:30 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറിയയോട് അറിയിക്കുമ്പോൾ ദൂതൻ പറഞ്ഞ സുപ്രധാനമായിട്ടുള്ള ഒരു ആലോചന. ദൂതൻ അവളോട് മറിയമേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കണ്ടോ, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അപ്പോൾ ദൈവം സ്റ്റിൽ റിമെമ്പേഴ്സ്. പുതിയ നിയമമായിട്ടും ദൈവം അത് മറന്നിട്ടില്ല. യേശുവിനെ വിളിക്കുന്നത് ദാവീദ് പുത്രൻ എന്നാണ്. സാം 89:29 ഓൺവേർഡ്സ്. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തുകയും അവന്റെ പുത്രന്മാർ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനങ്ങളെ വടികൊണ്ടും. ഈ 35-ാം വാക്യം വായിക്കാം. 35 മുതൽ. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു,
ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം എന്റെ മുൻപിൽ സൂര്യനെ പോലെയും ഇരിക്കും. അവന്റെ സിംഹാസനം എന്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും. അത് ചന്ദ്രനെ പോലെയും ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും. എന്നേക്കും സ്ഥിരമായിരിക്കും. സി ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിശ്വസ്തത നോക്കുക. ദൈവം ഒരിക്കലും ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വീണ്ടും വന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. ഈ പത്രോസിൻ്റെ പ്രസംഗമാണ് പെന്തക്കോസ്ത് നാളിലേത് 2-ാം അധ്യായത്തിൽ നിന്ന് എല്ലാവർക്കും അറിയാം. പത്രോസ് എങ്ങോട്ടാണ് അവരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നതെന്ന് ആ പ്രസംഗം പല ആംഗിളിൽ നിങ്ങൾ പരിശോധിക്കണം. നമുക്കിപ്പോൾ ഇതൊന്ന് നോക്കാം. 29 മുതൽ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. ഓക്കെ. അവന്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ ദാവീദ് ആരായിരുന്നു? പ്രവാചകൻ. അത് വേറൊരു കാര്യം. അവൻ പ്രവാചകനാകിയാൽ അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്നും ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന്. കണ്ടോ? അവന്റെ കടിപ്രദേശത്ത് നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. കണ്ടോ? അപ്പൊ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം വരെ ദാവീദിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ ആരുടെ ഉള്ളതിലുണ്ട്? ദൈവത്തിൻ്റെ. നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്തേക്കാണ് ദൈവം കയറി കാണുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം പാലിച്ചു എന്നുള്ള കാര്യമാണ് ഈ 2 രാജാക്കന്മാർ പഠിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ടു ക്ലോസ് ദ ക്ലാസ്, ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പഠനം അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ വാസ്തവത്തിൽ 2 കാര്യങ്ങൾ കണ്ടാൽ മതി. ഓൺ ദ വൺ ഹാൻഡ് ദ ഡിവൈൻ ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ദ ഹ്യൂമൻ. മനുഷ്യനും ദൈവവും 2 കരങ്ങളിൽ നിങ്ങൾ 2 തലങ്ങളിൽ നിങ്ങൾ അവരെ വെച്ച് നോക്കിയാൽ, ഇത് രണ്ടും കൂടെ നോക്കിയാൽ വാട്ട് ഈസ് എ ബേസിക് ഡിഫറൻസ്? അടിസ്ഥാനപരമായിട്ട് എന്താണ് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ, ഹ്യൂമൻ ഫെയിലിയർ ആസ് വി സീ ഇൻ കിങ്സ് ആൻഡ് പീപ്പിൾ. ജനങ്ങളിലും രാജാക്കന്മാരിലും നിരന്തരം നമ്മൾ കാണുന്ന കാര്യം മനുഷ്യൻ പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അല്ലേ? മനുഷ്യൻ എപ്പോഴും വീഴ്ചയിൽ തന്നെയാണ്. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. എത്ര അവസരങ്ങൾ കൊടുത്താലും, എത്ര കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയാലും, നല്ല കൽപ്പനകൾ കൊടുത്താലും ഒക്കെയും പിന്നെ അവർ വീണുകൊണ്ടേയിരിക്കും. ബട്ട് ലുക്ക് അറ്റ് ദ ഡിവൈൻ. ദൈവത്തെ നോക്കുക. ദൈവത്തെ കാണുന്നത് ദൈവം ഒരിക്കലും നിരാശനാകുന്നില്ല, ഒരിക്കലും മടുത്തു പോകുന്നില്ല. തൻ്റെ സ്ഥിരമായ സന്ദേശം പ്രവാചകന്മാരിൽ കൂടിയും തൻ്റെ ദാസന്മാരിൽ കൂടിയും ദൈവം നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആർ യു ഫോളോയിങ്? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ മനസ്സും അടുത്ത് പരാജയപ്പെട്ട് അവനവൻ്റെ വഴികളിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കുന്നതിനായിട്ട് നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ജനത്തെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അയച്ച് നിരന്തരം തൻ്റെ സന്ദേശം. അപ്പോൾ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം വായിച്ച വാക്യം സദൃശ്യവാക്യത്തിൽ നിന്ന്, ദർശനമില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വേർ ദർ ഈസ് നോ വിഷൻ ദ പീപ്പിൾ പെറിഷ്, ബട്ട് ഗോഡ് ഹാസ് എ വിഷൻ. ഗോഡ് ഈസ് സ്റ്റിൽ ഹാവിങ് ദ വിഷൻ. നമുക്കാണ് ഈ ദർശനം പലപ്പോഴും ഇല്ലാത്തത്. വൈ ഡു യു ഫെയിൽ എന്ന് ചോദിച്ചാൽ, ബിക്കോസ് വി ഹാവ് നോ വിഷൻ. ബിക്കോസ് യു ഹാവ് ഡിസൈഡഡ് ടു ഫെയിൽ. പരാജയപ്പെടാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് നോ പ്ലാൻ യു ഹാവ് പ്ലാൻ ടു ഫെയിൽ എന്നാണ്. വാട്ട് ഈസ് പ്ലാൻ? പ്ലാനിങ് ഈസ് റൈറ്റിംഗ് ഫ്യൂച്ചർ ഹിസ്റ്ററി. പ്ലാൻ എന്ന് പറയുന്നത്, വിഷൻ എന്ന് പറയുന്നത് ഭാവി ചരിത്രം രചിക്കലാണ്. അപ്പോൾ ദൈവം മനുഷ്യൻ എഴുതുകയാണെങ്കിൽ കഴിഞ്ഞകാല ചരിത്രം എഴുതും, ദൈവം എഴുതുകയാണെങ്കിൽ ഭാവി കാല ചരിത്രം എഴുതും. ഭാവി കാല ചരിത്രം എഴുതണമെങ്കിൽ മുന്നോട്ട് കയറി കാണാനുള്ള കഴിവ് വേണം. ദൈവത്തിനതുണ്ട്. നമുക്ക് കഴിഞ്ഞ കാര്യം ഇങ്ങനായിരുന്നു എന്ന് പറയാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഷോസ് അവർ ഫെയിലിയർ. എന്നാൽ ദൈവം മുമ്പോട്ട് കയറി കാണുന്നത് കൊണ്ട്, ദൈവത്തിന് ദർശനമുള്ളതുകൊണ്ട് ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അവൻ തളരുകയില്ല. അവൻ്റെ വിധി അവൻ അന്ത്യം വരെയും നടത്തും, അല്ലേ? ദൈവത്തിന് ഒരിക്കലും ഒരു പരാജയം സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വേറെ തരത്തിൽ പറഞ്ഞാൽ, ദി അൾട്ടിമേറ്റ് ട്രയംഫ് ഈസ് ഓൾവേസ് വിത്ത് ഗോഡ്. ആത്യന്തിക വിജയം ആരുടേതാണ്? അങ്ങനെയാണ്. പിന്നെ നമുക്ക് അങ്ങോട്ടങ്ങ് മാറിയാലോ, ദൈവത്തിൻ്റെ സൈഡിലേക്ക് അങ്ങ് മാറിയാലോ? നമ്മുടെ ഈ മാനുഷികമായ പരാജയങ്ങളും മാനുഷികമായ പദ്ധതികളും മാനുഷികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ലെറ്റ് us ഓൾസോ. അതുകൊണ്ടാണ് ഏലിയാവ് വന്ന് ചോദിച്ചത്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ ഒരു കാലം അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടെങ്കിൽ വെക്കാൻ. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ തീരുമാനിച്ച് ഈ ക്ലാസ് അങ്ങ് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് എന്താണ്?
എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അവങ്കിൽ ഏകാഗ്രചിത്തനായിട്ടിരുന്നാൽ എനിക്ക് വേണ്ടി വലിയവനെന്ന് കാണിക്കുവാൻ എൻ്റെ ദൈവം ഉണ്ട്. അതുകൊണ്ട് ഐ ടേക്ക് എ സ്റ്റാൻഡ് വിത്ത് ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ ഒരു ഉറച്ച നിലപാടിലേക്ക് മാറുകയാണ്. മനുഷ്യൻ്റെ നിലപാടുകൾ പരാജയപ്പെടും, എന്നാൽ ദൈവത്തിൻ്റെ നിലപാടുകൾ, അവൻ്റെ കാഴ്ചപ്പാടുകൾ എന്നും ജയിക്കും. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ജാതികളുടെ ആലോചന നിഷ്ഫലമാക്കുന്നു. 33-ാം സങ്കീർത്തനം 10-ാം വാക്യം. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനയോ തലമുറ തലമുറയായി നിൽക്കും. നമുക്ക് ആ വാക്യം വായിക്കാം. 33:10 സങ്കീർത്തനം. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. അടുത്ത വാക്യം. യഹോവയുടെ ആലോചന ശാശ്വതമായും. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. നമ്മൾ സദൃശ്യവാക്യത്തിലും വായിക്കുന്നുണ്ട് 19:21 ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിലനിൽക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തീരുമാനിച്ചിരിക്കുന്നു, അവൻ കൽപ്പിച്ചിരിക്കുന്നു, അവൻ്റെ കൈ മടക്കാൻ അവനോട് ആര് ആവശ്യപ്പെടും? സോ ദൈവത്തിൻ്റെ ആ തീരുമാനങ്ങൾ നിലനിൽക്കുന്നതാണ്. നമ്മുടെ വിചാരങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉന്നതമാണ്. അതുകൊണ്ട് ആ വിചാരത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ആ ആലോചനകളാണ് ഈ പ്രവാചകന്മാർ വഴി നമുക്കിങ്ങനെ നിരന്തരം ദൈവം വെളിപ്പെടുത്തി തന്നത്. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളതിനെ ദൈവത്തിനായിട്ട് സമർപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെയും ഞങ്ങൾ തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകം പരിശോധിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഞങ്ങൾ ഏതൊക്കെ അറ്റം വരെ ഉയർന്നു പോയാലും ഞങ്ങൾ കർത്താവെ ദർശനമില്ലാത്തവരും പരാജയപ്പെടുവാൻ വിധിക്കപ്പെട്ടവരുമാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിൽക്കുന്നു. ദൈവത്തിൻ്റെ ദർശനമുണ്ട്, ഞങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട്, പദ്ധതികളുണ്ട്. നീ ഞങ്ങളെ വിളിച്ചതും ഞങ്ങളെ നിർമ്മിച്ചതും ഞങ്ങളെ ഉണ്ടാക്കിയതുമൊക്കെ ഉന്നതമായിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. നിന്നോട് ചേർന്ന് കർത്താവെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി നിൻ്റെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പണിയുവാനും നിൻ്റെ വേല ചെയ്യുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്ക് മഹത്വവും ആരാധനയും സ്തോത്രവും കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.